ഹായ് ഗൈസ്, ഷാഹിനാസ് റിയൽ വൈബ്സിൻ്റെ തായ്ലൻഡ് പട്ടായ സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിലെ നൈറ്റ് ലൈഫ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ഇവിടുത്തെ ഡേ ലൈഫ് കാണാൻ വൈകുന്നേരത്തിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് സെൻട്രൽ മറീന എന്നൊരു സ്ഥലത്താണ്. അൽക്കാസർ ഷോ നടത്തുന്നതിൻ്റെ അടുത്തായിട്ടുള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു 4 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇവിടെ നിറച്ച് സ്പാകളും മസാജ് പാർലറുകളും അതുപോലെ കോസ്മെറ്റിക് സർജറി സ്ഥാപനങ്ങളും ലേസർ ട്രീറ്റ്മെൻറ്റ് സ്ഥാപനങ്ങളും ഒക്കെയാണ് കാണുന്നത്. ഇവിടുത്തെ തായ്ലൻഡിലെ ഒരു പൊതുവേ ഉള്ളതാണ്, സൗന്ദര്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ ശരീരത്തിനായാലും ബോഡി മസാജിങ്ങും ഒക്കെ നല്ല പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാർ ഇതുകൊണ്ട് ഉപജീവനം കഴിക്കുന്ന ആൾക്കാരുമാണ് പട്ടണത്തിലൊക്കെ. പിന്നെ പട്ടണത്തിലെ വീടുകളിലും സ്ത്രീകൾ ഇങ്ങനെ മസാജ് സെൻറ്ററും ബ്യൂട്ടി പാർലറും സ്പായും അതുപോലെ കോസ്മെറ്റിക് സർജറി ഷോപ്പുകളും ലേസർ ട്രീറ്റ്മെൻറ്റുകളും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ വരുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ ഇവരൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന സ്പാ പോലെയൊന്നും അല്ല, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ചെയ്യുന്നത്. 500 ബാത്ത് മുതൽ 3000 ബാത്ത് വരെയും, പിന്നെ ടൈം കൂടുതലെടുക്കുമ്പോൾ അതിൽ കൂടുതലും ഒക്കെ പോവും. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ സാധാരണ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ നാട്ടിലൊരു തെറ്റിദ്ധാരണയുണ്ട്, തായ്ലൻഡ് എന്ന് പറഞ്ഞാൽ എന്തോ വേറൊരു വകുപ്പിൽ പെട്ട ഒരു രാജ്യമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയൊന്നുമല്ല. നമ്മുടെ നാട്ടിലെ പോലെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും അതുപോലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ബിസിനസ് സ്ഥാപനങ്ങളിലും ആശുപത്രിയിലും സ്കൂളിലും പാടത്തും അതിപ്പോൾ പറമ്പിലും ഒക്കെ പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. നല്ല അധ്വാനികളായിട്ടുള്ള ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിനുദാഹരണം തന്നെ അറിയാം. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്തെല്ലായിടത്തും ഇവിടുത്തെ വൃക്ഷങ്ങൾ, എക്സോട്ടിക് പ്ലാന്റ്സുകൾ വരുന്നുണ്ട് ഒരുപാട്. അത് വിയറ്റ്നാമേറിൽ തായ് ചക്ക അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ചെടികൾ, അതുപോലെ തന്നെ അഗ്ലോണിമാസ് ഒക്കെ വരുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ അത്രത്തോളം പണിയെടുക്കുന്ന ആൾക്കാരാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യം ഞാൻ വഴിയേ പറയാം. ഇപ്പം ഞാൻ നടന്ന് ഏതാണ്ട് സന്ധ്യ ആയിട്ടുണ്ട്. ഇപ്പം ഞാനൊരു ഫുഡ് കോർട്ടിലാണ് ചെന്നിട്ടുള്ളത്. അവിടെ ക്രോക്കഡൈൽ ഗ്രില്ല് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ മാംസമൊക്കെ പറിച്ചെടുത്തിട്ട് ഇപ്പോൾ അതിൻ്റെ സ്കെൽറ്റനാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ പാക്കറ്റിലാക്കി വെച്ചിരിക്കുകയാണ്. 50 ബാത്താണ് അത്. പിന്നെ ലാർജ്, മീഡിയം, ഏറ്റവും ചെറുത്, അങ്ങനെയുള്ള വിഭാഗങ്ങളായിട്ട് പാക്കാക്കി വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മണൽപ്പാമ്പുകളുണ്ട്. മണൽപ്പാമ്പുകളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ 50 ബാത്താണ്. ജീവനുള്ള മണൽപ്പാമ്പാണ്. ഇനി ഇതിനെ അവർ വെച്ച് കഴിക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ ഭക്ഷണത്തിലാണ് തായ്ലൻഡുകാർ കുറേ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാത്തതൊക്കെ കഴിക്കും. ഇതും ഒരു ക്രോക്കഡൈൽ ഫുള്ളായിട്ട് ഗ്രില്ല് ചെയ്യുവാണ്. പിന്നെ മീറ്റിൻ്റെ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ടേസ്റ്റ് ചെയ്യാം. 20 ബാത്താണ് മിനിമം. പിന്നെ ഒരുപാട് ക്രിസ്പി ആയിട്ടുള്ള പലഹാരങ്ങളും അതുപോലെ നല്ല ഈ മാവ് വെച്ചൊക്കെ ഉണ്ടാക്കിയ പലഹാരങ്ങളൊക്കെ നമ്മളെ നാട്ടിലെ പോലെ തന്നെയുണ്ട്. ഇതൊരു ക്ലബ്ബാണ്. അപ്പോൾ ഇവിടെ വൈകുന്നേരം സന്ധ്യയായി കഴിയുമ്പോൾ ഒരുപാട് ആൾക്കാരിങ്ങനെ വരും, ഭക്ഷണം ടേസ്റ്റ് ചെയ്യും. നമുക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ നല്ല ഭക്ഷണം ടേസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് തായ്ലൻഡും മലേഷ്യയും സിംഗപ്പൂരും ഒക്കെ. പിന്നെ അതുമാത്രമല്ല സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ലഭിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മുടെ കൂടെ വന്നൊരു ഫാമിലിയാണ് ആയിരുന്നത്. അപ്പോൾ അവർ നമ്മളെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുന്നുണ്ട്. അവർ വരുന്ന സ്ഥലത്തല്ല അവിടുത്തെ വിഭവങ്ങൾ ടേസ്റ്റ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സ്പ്ലോർ ചെയ്ത് ടേസ്റ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ സന്ധ്യ ആയി വരുന്നുണ്ട്. വാക്കിംഗ് സ്ട്രീറ്റിന് കുറച്ചിപ്പുറത്തായിട്ടുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ഞാൻ ഈ ഭക്ഷണം എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം തിന്നണമെന്നാണ്. പിന്നെ പുഴുവ് അതൊക്കെ ഉണ്ട് കേട്ടോ. മുളകൊക്കെ ഇട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളവർക്ക് കഴിക്കാം. ഞാനൊരു മാമ്പഴം വാങ്ങിയാണ്, മാമ്പഴത്തിൻ്റെ പാക്കറ്റ് വാങ്ങിയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റിയാണ്. പക്ഷേ ഫുഡുകളൊക്കെ നല്ല ടേസ്റ്റി എന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നെ ഞാൻ ട്രാവൽ ചെയ്തെടുത്തൊക്കെ ഇവിടെ അല്ലാതെ കഴിച്ചതുമൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകളായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഈ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നവർക്കൊക്കെ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ സൂപ്പറാണ്, പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇതാണ് പട്ടായ വാക്കിംഗ് സ്ട്രീറ്റ്. അതിൻ്റെ എൻട്രൻസ് നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്, പിന്നെ ഫുഡ് ടേസ്റ്റ് ചെയ്യുക, അതുപോലെ ക്ലബ്ബിൽ ഡാൻസ് കളിക്കുക, ഇതൊക്കെയാണ്. ഒരുപാട് ക്ലബ്ബുകളുണ്ട് ഇവിടെ. റഷ്യൻ ക്ലബ്ബ്, ചൈന ക്ലബ്ബ്, അതുപോലെ ഒരുപാട് ക്ലബ്ബുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ക്ലബ്ബിൽ ഡാൻസും പാട്ടും പിന്നെ അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ്സൊക്കെ ഒരുപാടുണ്ടാവും. അപ്പം ഞാൻ നോൺ സ്റ്റോപ്പ് നോൺസെൻസ് പോലെ കുറേയൊക്കെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ക്ലബിൻ്റെ ആക്ടിവിറ്റീസൊക്കെ കുറച്ച് നേരം എന്താണെന്ന് കാണാം.
പൊതുവെ എൻ്റെ അനുഭവത്തിൽ നമ്മുടെ നാട്ടിലാണ് സന്ധ്യയായി കഴിഞ്ഞാൽ നടക്കാൻ പറ്റാത്തത്, അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് എവിടെയും സഞ്ചരിക്കാൻ കഴിയാത്തത്. പക്ഷേ തായ്ലൻഡിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിദേശങ്ങളിലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് ഏത് പാതിരാത്രിക്കും ആർക്കും എപ്പോഴും ഇവിടെ ഇറങ്ങി നടക്കുകയും ഇത്തരം പരിപാടികൾ എൻജോയ് ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ട് ധൈര്യമായിട്ട് തായ്ലൻഡിലേക്ക് പോകുന്നുള്ളൂ. ഫാമിലി സമേതം കറങ്ങി എൻജോയ് ചെയ്ത് തിരിച്ചു പോകാം. പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.